പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. സഹോദരന്മാരെ, 5 തവണ പ്രസംഗിച്ചിട്ട് അവസാനം മറുപടി പറയാൻ കഴിയാതെ AP വിഭാഗത്തിന്റെ ആളുകൾ പ്രസംഗം അവസാനിപ്പിച്ചു പോയി. അവസാനം അവരൊന്ന് പറഞ്ഞു നോക്കി. ഇബ്നു ഹജറിന്റെ തുഹ്ഫയിൽ പറയുന്നുണ്ടല്ലോ, നാക്കുകൊണ്ട് ദിക്ർ ചൊല്ലിട്ട് പോകണമെന്ന്. അവിടെ ഞാൻ സംസാരിച്ചു. ശാഫിഈ മദ്ഹബുകാരനും സുന്നിയുമായി കൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഇത് മുജാഹിദിന്റെ പ്രസംഗമല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ശാഫിഈ മദ്ഹബിലെ ഒരു കിതാബും പ്രമാണമല്ല. ശാഫിഈ മദ്ഹബ് എന്ന് മാത്രമല്ല, മനുഷ്യർ എഴുതി വെച്ച മനുഷ്യരുടെ വാക്കുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് പ്രമാണമല്ല. പ്രമാണമാവണമെങ്കിൽ അത് പ്രവാചകന്റെ സുന്നത്തിനോടും അള്ളാഹുവിന്റെ കലാമിനോടും യോജിച്ചിട്ട് വരണം. പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരാകുന്ന വാക്ക് ആര് പറഞ്ഞാലും മുജാഹിദുകൾ പ്രമാണമായി സ്വീകരിക്കില്ല. സുന്നി ആയിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഇതാ ശാഫിഈ മദ്ഹബിൽ ഇബ്നു ഹജർ തങ്ങളെ പ്രതി ദിക്ർ ചൊല്ലി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞത്? ദാകിറൻ ബിലിസാനിഹി സിർറൻ ലാ ജഹ്റൻ ലിഅന്നഹു ബിദ്അത്തുൻ ഖബീഹ. എങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത്? സിറായിട്ട് ദിക്ർ ചൊല്ലണം. ലാ ജഹ്റൻ, ജഹ്റായിട്ട് ദിക്ർ ചൊല്ലരുത്. ലിഅന്നഹു ജഹ്റായിട്ട് ദിക്ർ ചൊല്ലൽ ബിദ്അത്തുൻ ഖബീഹത്തുൻ, നീചമാകുന്ന അനാചാരമാണ് എന്ന് ഇബ്നു ഹജർ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നാക്കുകൊണ്ട് ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ സിർറൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്ലിയാരെ, സിറിന്റെ അർത്ഥം എന്താണ്? സിറ് എന്ന് പറഞ്ഞാൽ അൻ യുസ്മിയ നഫ്സഹു, അവനവന്റെ ശരീരത്തിനെ കേൾപ്പിക്കുക. നമസ്കാരത്തിൽ നമ്മൾ അത്തഹിയാത്ത് ഓതാറുണ്ട്. പകൽ നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതാറുണ്ട്. നമ്മൾ ഫാത്തിഹ ഓതുന്നത് തൊട്ടടുത്തുള്ള ആളുകൾ കേൾക്കാറില്ല, പക്ഷേ ഓതുന്ന നമ്മളത് കേൾക്കാറുണ്ട്. ഇതാണ് സിറ്. സിറായിട്ട് ദിക്ർ ചൊല്ലണമെന്ന് ഇബ്നു ഹജർ പറഞ്ഞത് സമ്മതിച്ചാൽ തന്നെ അതിന്റെ ശബ്ദം പുറത്തോട്ട് വരാൻ പാടില്ല. ജഹ്ർ എന്ന് പറഞ്ഞാലോ അൻ യുസ്മിയ മൻ ബിയലിഹി, സമീപത്തുള്ളവനെ കേൾപ്പിക്കലാണ്. സമീപത്തുള്ളവൻ കേൾക്കുന്നത് നീചമായിരിക്കുന്ന അനാചാരമാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ പ്രസംഗിച്ചു. അപ്പം മുസ്ലിയാർ പറഞ്ഞു, സിറ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക്ക് മനസ്സിലായിട്ടില്ല. സിറ് എന്ന് പറഞ്ഞാൽ വാങ്ക് വിളിക്കുന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫത്വൽ മുഈനിൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 തവണ പറയുന്നതിന്റെ മുമ്പ് ആദ്യമായിട്ട് ഒന്ന് പതുക്കെ പറയൽ സുന്നത്താണ്. അവിടെ സിർറൻ എന്നാണല്ലോ പറഞ്ഞത്. ആ സിറിന്റെ അർത്ഥം അവിടെ രേഖപ്പെടുത്തിയത് ഐ ബിഹൈസു യസ്മഉ മൻ ബിഖുർബിഹി, സമീപത്തുള്ളവൻ കേൾക്കത്തക്ക വിധത്തിൽ ദിക്ർ ചൊല്ലണം, ഷഹാദത്ത് കലിമ ചൊല്ലണം എന്നാണല്ലോ അവിടെ പറഞ്ഞത്. അപ്പൊ സിറ് എന്ന് പറഞ്ഞാൽ സമീപത്തുള്ളവർ കേൾക്കുന്നതിനും സിറ് എന്ന് പറയുമല്ലോ എന്ന് പറയാറുണ്ട്. സഹോദരന്മാരെ, അവിടെ തന്നെ സയ്യിദുൽ ബക്കരി തന്റെ ഇയാനത്തു താലിബീനിൽ പറയുന്നു, സിറ് എന്ന പദത്തിന് ബിഹൈസു യസ്മഉ മൻ ബിഖുർബിഹി എന്ന് പറഞ്ഞത് അത് സിറിന്റെ അർത്ഥം പറഞ്ഞതല്ല. ഹാദാ തഫ്സീർ മുറാദ്, ഇയാനത്തു താലിബീനിൽ കാണാം. ഇതിവിടുത്തെ ഉദ്ദേശം പറഞ്ഞതാണ്, അതല്ലാതെ സിറിന്റെ അർത്ഥം പറഞ്ഞതല്ല. കാരണം സിറ് എന്ന് പറഞ്ഞാൽ അൻ യുസ്മിയ നഫ്സഹു, അവനെ കേൾപ്പിക്കലാണ്, മറ്റൊരാൾ കേൾക്കാൻ പാടില്ല. കാരണം ലിഅന്നഹു ളിദ്ദുൽ ജഹ്രി, ജഹ്റിന്റെ മാറ്റമാണ് സിറ്. ജഹ്ർ എന്ന് പറഞ്ഞാൽ സമീപത്തുള്ളവൻ കേൾക്കുന്നതിന് ജഹ്ർ എന്ന് പറയും. ഞാനിത് പറഞ്ഞത് സിറായിട്ട് ദിക്ർ ചൊല്ലണമെന്ന് മുജാഹിദ് സമ്മതിച്ചു എന്ന് നിങ്ങൾ പറയണ്ട. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ഹജറിന്റെ തുഹ്ഫ പ്രമാണമല്ല. മുജാഹിദുകളെ സംബന്ധിച്ചും പ്രമാണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ വഹിച്ചു പോകുമ്പോൾ ദിക്ർ ചൊല്ലി എന്ന് തെളിയിക്കുന്ന സ്വഹീഹായ ഹദീസ് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. ജാമിഉസ് സഗീറുൽ സുയൂത്തി ഉദ്ധരിച്ച അക്സിറൂ ഫിൽ ജനാസതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസിന്റെ സനദ് ദുർബലമാണ്. സഹീഹായിരിക്കുന്ന ഹദീസ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ജനാസ വഹിച്ചു പോകുമ്പോൾ ദിക്ർ ചൊല്ലി കൊണ്ടുപോയി എന്ന് തെളിയിക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല സഹോദരന്മാരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശാഫിഈ മദ്ഹബുകാർ എന്ന് പറയുന്നവർ ശാഫിഈ മദ്ഹബിന്റെ കിതാബ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിനും ഇനി ഇബ്നു ഹജർ പറഞ്ഞ ഭാഗത്തേക്ക് വന്നാൽ തന്നെ ഇബ്നു ഹജർ പറഞ്ഞതിനും എതിരാണ് ഇന്ന് ജനാസ കൊണ്ടുപോകുന്ന രൂപം എന്ന് ശക്തമായി ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു അവർക്ക് മുജാഹിദിന്റെ ചൊയയുണ്ട്, അവർ മുജാഹിദുകളാണെന്ന് പറഞ്ഞു. സഹോദരന്മാരെ, സമത്തഹിൽ നിന്നുകൊണ്ട് സുന്നിയായിക്കൊണ്ട്
ശാഫിഈ മദ്ഹബിലെ കിതാബ് അത് ജനത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ മുജാഹിദ് എന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരന്മാരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ പഠിച്ചതുപോലെ ശാഫിഈ മദ്ഹബിലെ കിതാബിൽ പഠിച്ചതുപോലെ അവർ പറയുകയാണെങ്കിൽ അവരൊക്കെ മുജാഹിദുകളാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു എളിയ പ്രവർത്തകരായി ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടെ മുജാഹിദിന്റെ പ്രവർത്തകൻ എന്ന ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ടു. വീണ്ടും സമസ്തയിൽ തന്നെയായിരുന്നു പ്രവർത്തനം. വെളിമുക്ക് ചേളാരിക്കടുത്ത് വെളിമുക്ക് പള്ളിയിൽ മുദരിസായി സേവനം ചെയ്യുമ്പോൾ ഒരു സംഭവമുണ്ടായി. അവിടെ ഒരു സഹോദരി മരണപ്പെട്ടു. ഞാൻ അവിടെ ജോലി ഏറ്റതിന്റെ ശേഷം ആദ്യത്തെ മരണമാണ്. ഞാൻ മൊല്ലാക്കയോട് ചോദിച്ചു, മൊല്ലാക്കി എന്തൊക്കെയാണ് മരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആചാരങ്ങളും? അങ്ങനെ ചോദിക്കേണ്ടതുണ്ടല്ലോ, ഇസ്ലാമിന്റെ ആചാരമാണെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവനെ മയ്യത്ത് കുളിപ്പിക്കണം, അതിൽ അഭിപ്രായമില്ല. അവനെ കഫൻ ചെയ്യണം, അവന്റെ പേരെ മയ്യത്ത് നിസ്കരിക്കണം, അവനെ മറബ് ചെയ്യണം, തസ്ബീഹ് ചൊല്ലണം. ഇങ്ങനെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള ചടങ്ങുകൾ, അതിലെവിടെയും അഭിപ്രായ വ്യത്യാസമില്ല. ഈ കാര്യങ്ങൾ ലോകത്തൊക്കെ നടത്തുന്നുണ്ട് മുസ്ലിമീങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ആചാരമെന്ന് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് ഇസ്ലാമിന്റെ കാര്യങ്ങളല്ല. ഈ നാട്ടിൽ ഒരു ആചാരം, വേറെ ഒരു നാട്ടിൽ പോയാൽ അവിടെ വേറെ ഒരു ആചാരം, അപ്പുറത്ത് പോയാൽ വേറെ ചില ആചാരങ്ങൾ. എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരിക്കുന്ന ആചാരങ്ങൾ ഉണ്ടായത്? അത് ഇസ്ലാമിന്റെ ആചാരങ്ങളല്ല, ഓരോരുത്തർ വന്ന് ഉണ്ടാക്കിയതാണ്. ഞാൻ ചോദിച്ചു, എന്തൊക്കെ ഇവിടെ ഉള്ള ഏർപ്പാട്? വല്ലാക്ക പറഞ്ഞു, ഇവിടെ ഇപ്പോ മോത്തെയ്ത്തുണ്ട്. ഞാൻ ചോദിച്ചു, മോത്തെയ്ത്തോ? ഞാൻ ആദ്യം കേൾക്കുകയാണത്, അതിന്റെ മുമ്പ് കേട്ടിട്ടില്ല. മോത്തെയ്ത്തോ? അത് ഒരു കടലാസിൽ 2 ബെയ്ത്തുണ്ട്. ബെയ്ത്ത്, ഞാനൊരു പാപ്പിയാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, പൊറുക്കണേ എന്ന് പറഞ്ഞ ഒരു ദയാ ഹർജി, അത് എഴുതിയിട്ട് കഫമ്പടന്റെ ഉള്ളിൽ വെക്കലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, മുങ്കറിന് കീർ വരുമ്പം അള്ളാന്റെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്താക്കുകയെന്നല്ല. അപ്പൊ അവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാനത് പഠിച്ചിട്ടുമില്ല, ഓതി പഠിച്ച കിതാബിലൊന്നും കണ്ടിട്ടുമില്ല. കണ്ട തന്നെ ആദരിക്കപ്പെടുന്ന വസ്തുക്കളൊന്നും ഖബറിലേക്ക് വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചത്. കഫമ്പട തന്നെ ഏറ്റവും മുന്തിയത് എടുക്കാൻ പാടില്ല, പഴകിയതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണമെന്നാ കിതാബിൽ പഠിച്ചിട്ടുള്ളത്. വിലപിടിപ്പുള്ളതിനെ ഖബറിൽ വെക്കാൻ പാടില്ല. ആദരിക്കപ്പെടുന്ന പേരുകളും അതുപോലെ തന്നെ വസ്തുക്കളും ഖബറിൽ വീണു പോയാൽ അത് മാന്തിട്ടെടുക്കണം എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കതറിയില്ല, അത് നിങ്ങളെന്താ ചെയ്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ വല്ലാക്ക കേന്ദ്ര പള്ളിയിൽ പോയിട്ട് കുഞ്ഞാപ്പ മുസ്ലിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതി കൊണ്ടുവന്നുണ്ടാവും, വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പിന്നെ ചോദിച്ചു, എന്താ പിന്നത്തെ ഏർപ്പാട്? വല്ലാക്ക പറഞ്ഞു, തെൽക്കീന് ചെല്ലലുണ്ട്. ഞാൻ ചോദിച്ചു, ആരാണത് ചെല്ലല്? അത് ഉസ്താദ് വേണേ ചെല്ലിക്കോളി, അല്ല നിങ്ങൾ ചെല്ലിക്കോളി അറിഞ്ഞാൽ. അത് വല്ലാക്ക ചെല്ലിക്കോളി എന്ന് മൂപ്പരെ ഏൽപ്പിച്ച്. സംഗതി പുറത്ത് പറയാൻ പാടില്ലല്ലോ, കാരണം കെ വിഭാഗത്തിന്റെ മുദരിസാണ്. ഞാൻ വല്ലാക്കനെ കാര്യം ഏൽപ്പിച്ചു. വല്ലാക്ക എന്ത് ചെയ്തു കാര്യങ്ങൾ ആളുകൾ വളരെ മൂപ്പർക്കറിയാം, കെ വിഭാഗത്തിന്റെ ആളുകൾ അര മുജാഹിദുകളാണ്. അപ്പോ ഇപ്പം മുസ്ലിയാറൊന്ന് കൊടുക്കാൻ പറ്റിയ സമയം മൂപ്പർ മനസ്സിലാക്കി. ളുഹർ സമയത്താണ് ജനാസ ഖബറിലേക്ക് ഇറക്കുന്നത്. പള്ളിക്കൊന്ന് ബാങ്ക് കൊടുത്തിട്ട് ആൾക്കാരൊക്കെ പള്ളിയിൽ ജമാഅത്തിന് കാത്തിരിക്കുക. കുറെ ആളുകൾ ഖബർസ്ഥാനിലുണ്ട്. തസ്ബീത്തൊക്കെ കഴിഞ്ഞ് മുസ്ലിയാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ മരിച്ച ധാരാളം മുസ്ലിയാക്കന്മാരുണ്ട് ഖബർസ്ഥാനിൽ. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ തെൽക്കീൻ. ഞാൻ നോക്കി, വല്ലാക്കനെ കാണുന്നില്ല. വല്ലാക്ക ആ സമയത്ത് തടിയെടുത്തു. അപ്പൊ ഞാൻ അവിടെ കൂടിയ ആൾക്കാരോട്, നിങ്ങൾ ആരെങ്കിലും ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു. അല്ല ഉസ്താദ് ചൊല്ലി, അല്ല നിങ്ങൾ ചൊല്ലിക്കോളി അറിയാം. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, എന്നാൽ നമ്മൾ ദ്വാരക്കുക എന്ന് പറഞ്ഞു. ഞാനായിട്ട് ദ്വാരന്ന് ഞാൻ പള്ളിയിൽ വന്ന് ളുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ളുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു പള്ളിയിലുള്ളത്, എന്തേ ഉസ്താദ് തെൽക്കീൻ ചെല്ലാഞ്ഞ്, അതിന്റെ കാരണം പറയണമെന്ന്. ഞാൻ പറഞ്ഞു, അത് വേണ്ടിയവർക്ക് ഇപ്പം പോയിട്ട് ചെല്ലാം, മലക്കൾ പോയി ഉണ്ടാവില്ല. എനിക്കപ്പം തോന്നിയ മറുപടി ശരിയോ തെറ്റോന്നല്ല, എനിക്കപ്പം തോന്നിയതാ. അത് പറഞ്ഞതിന് ശേഷം പള്ളിയിലുള്ള അടിയല്ലാത്തതൊക്കെ കഴിഞ്ഞു. വെളിമക്ക് പോയി അന്വേഷിച്ചാൽ അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ റൗദയിൽ പറയുന്നു, വൽ ഹദീസുൽ വാരിദു ഫീഹി, തെൽക്കീൻ സംബന്ധമായി വന്നിട്ടുള്ള ഹദീസ് ലഈഫുൻ, ദുർബലമാണ്. നിഷേധിക്കാൻ കഴിയോ?